തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ആവശ്യത്തിന് ആനകളെ ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരത്തിനുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഗിരീഷ് കുമാർ ടിസിബിയോട് പറഞ്ഞു. വളരെ ഗംഭീരമായിട്ട് ഒരാൾക്കും ഒരു കുറ്റവും പറയാത്ത വിധത്തിലുള്ള തരത്തിലേക്ക് നമ്മുടെ കമ്മിറ്റി മെമ്പർമാരും തട്ടക നിവാസികളും ആഘോഷ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. ആവശ്യത്തിന് ആനകളില്ലാത്തത് മൂലം ലഭ്യമായ ആനകളെ കൂടുതൽ സമയം ചടങ്ങുകൾക്കായി ഉപയോഗിക്കേണ്ടി വരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണം നീക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. തിരുവമ്പാടിക്കും പാറമേക്കാവിനും കൂടിയിട്ടും മിനിമം 100 ആനകൾ വേണം. എന്നാലാണ് ഈ ആനകൾക്ക് അധികം വർക്ക് ലോഡ് കൊടുക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ എണ്ണം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് അപ്പോൾ അവിടെ വർക്ക് ലോഡ് കൂടുകയാണ്. വർക്ക് ലോഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നിയമത്തിൽ നിന്ന് മാറുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നിയമം നമ്മൾ ലംഘിക്കേണ്ടതായിട്ട് വരികയാണ്. ആനകൾക്ക് ആവശ്യമായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കടുത്ത ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരുമായി നിരന്തരം ആശയവിനിമയം നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷം നല്ല രീതിയിലുള്ള സഹകരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുൻപുണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുമെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. അത് 2024 ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ അവരും ആ വിഷയങ്ങൾ പഠിക്കുകയും ദേവസ്വങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും അതിലിടപെട്ട് അതിനുവേണ്ടി ചർച്ചകൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിറ്റ്സ് ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇത്തവണ പൂരത്തിന് കാണുന്നത്. വെടിക്കെട്ടിലും കുടമാറ്റത്തിലുമൊക്കെ പതിവ് പോലെ ചില സർപ്രൈസുകൾ ഉണ്ടാകും. കാത്തിരുന്ന് കാണുമെന്നും ഗിരീഷ് കുമാർ കൂട്ടിച്ചേർത്തു. അത് സീക്രട്ടാണ്. അതായത് കുടമാറ്റവും വെടിക്കെട്ടും അതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. അതായത് പാറമേക്കാവ് തിരുവമ്പാടി രണ്ടുപേരും ആ സമയത്താണ് പുറത്തെടുക്കുള്ളൂ. ടിസിവി തൃശൂർ.